ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൊ ഇന്ന് എനിക്കൊരു ആഗ്രഹം, രാധാ അപ്പൂപ്പനെ പറ്റിയിട്ട്, അമ്മൂമ്മയുടെ ബ്രദർ രാധാ അപ്പൂപ്പനെ പറ്റിയിട്ട് നമുക്കിന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോ രാധാ അപ്പൂപ്പന്റെ ലൈഫിനെ പറ്റിയിട്ട്, ചെറിയ പ്രായത്തിൽ തന്നെ ബോംബെ പോയായിരുന്നു, പിന്നെ വെളിയിലൊക്കെ പോയി വർക്ക് ചെയ്തതും, കുറെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ. അപ്പൊ ആ കാര്യങ്ങളെ പറ്റിയും രാധാ അപ്പൂപ്പനെ പറ്റി കുറച്ച് നമുക്ക് സംസാരിക്കാം. അവനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഓർത്തോർത്ത് പറയണമെങ്കിൽ പോലും ഓർമ്മകളുണ്ട് ഇഷ്ടം പോലെ. അവന്റെ ആ പേഴ്സണാലിറ്റി എന്ന് വേണം പറയാൻ. മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവന്റെ സ്വഭാവത്തിന്റെ മഹിമകള്, ഉദ്ദേശം, ജീവിതത്തിലെ ഓരോ ഉദ്ദേശ ശുദ്ധികള്, ഇതൊക്കെ ഇപ്പൊ വരുന്നതാ കേട്ടോ വാക്കുകൾ. അത് ഒക്കെ ആലോചിക്കുമ്പോ ഓർക്കുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും കുടുംബത്തിനോടും ഒത്തിരി സ്നേഹം നിറഞ്ഞ, അവന്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത രീതിയിൽ അവന്റെ കടപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവന്റെ കുടുംബ ഫാമിലി, അവന്റെ വൈഫ്, മക്കള്, അങ്ങനെ അവരോടും അവന്റെ സ്വന്തം കുടുംബത്തിനോടും വൈഫ് ഹൗസിനോടും എല്ലാം അവൻ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ കടമകൾ ചെയ്തെന്ന് മാത്രമല്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവന്റെ ലൈഫ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അവൻ അറിഞ്ഞോണ്ടോ അറിയാതെയോ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് പ്രയോജനമായിട്ട് തീർന്നിട്ടുണ്ട്. എന്നോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നുണ്ടായിരിക്കും. എന്റെ കാര്യമല്ല, എനിക്കങ്ങനെ എടുത്തു പറയാൻ പറ്റും. എന്റെ അനുഭവത്തിൽ അവന് ഒരു മുത്ത ചേച്ചി എന്നുള്ള, സഹോദരി എന്നുള്ള അർത്ഥത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങള് വയസ്സിന് വ്യത്യാസമുണ്ട്. എത്ര? 2 വയസ്സിനല്ല, ഒരു 6.5 വയസ്സിന്റെ വ്യത്യാസം. അപ്പൊ എനിക്കത് കാരണം ഒത്തിരി വാത്സല്യം അച്ഛന്റെ അമ്മയുടെയും കിട്ടിയിട്ടുണ്ട്. അടുത്ത കുട്ടിയാകുന്നതിന് മുമ്പ് ഞാൻ കൊച്ചു കുഞ്ഞായിട്ട് സ്നേഹവും വാത്സല്യവും കൂടുതൽ കിട്ടി അനുഭവിച്ചു വളർന്നിട്ടുള്ളതാണ് ഞാൻ. അപ്പൊ രാധാകൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോ, രാധാകൃഷ്ണൻ ആദ്യമായിട്ടുള്ള ഒരു മോന്, 2 പെൺകുട്ടികൾ കഴിഞ്ഞിട്ടുള്ള ഒരു മോൻ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആൺകുട്ടികളോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവന് ആണായിട്ട് വന്നപ്പോ അവനെ രാധാകൃഷ്ണൻ എന്ന പേരും ഇട്ട് രാധാകൃഷ്ണനായിട്ട് തന്നെ വളർത്തി. കാതിൽ ഇങ്ങനെ തൂക്കമുള്ള കമ്മലും ഒക്കെ അവനുണ്ടാക്കി കൊടുത്തിട്ട്, പെൺകുട്ടികൾ ഇടുന്ന പോലത്തെ അത് അന്ന് പറയുന്ന തൂക്കത്തിന്, ഇയറിങ്സിന് എന്തോ ഒരു പേര് പറയാം, ഈ തൂങ്ങിക്കിടക്കുന്നത്. ജിമിക്കൊന്നും അല്ല, വേറെ ഇങ്ങനെ സ്വർണം കൊണ്ട് തന്നെ ഇങ്ങനെ തൂക്കം കമ്മലിന്റെ കൂടെ. അത് സാധാരണ ആൺകുട്ടികൾക്ക് ഇല്ലാത്തതാണ്. പക്ഷെ അമ്മ അതുവരെ അവനുണ്ടാക്കി കൊടുത്തിരുന്നു. വെളുത്ത് നല്ല, കാണാൻ നല്ല സുന്ദരൻ ഒരു കുഞ്ഞായിരുന്നു. വലുതായിരുന്നപ്പോഴും അവൻ അങ്ങനെ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. നിങ്ങളൊക്കെ കാണുന്ന രാധാമാമനും അല്ലേ? അവനും സ്വയം നല്ലതാണെന്നൊരു ഭാവത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഷർട്ടും പാൻറ്റും എല്ലാം നല്ല ഉടയാതെ അയൺ ചെയ്തൊക്കെ ഇട്ടുണ്ട്. ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ തന്നെ അവന്റെ നടപ്പുമൊക്കെ, അവന്റെ വലുതായപ്പോഴും. പിന്നെ അതിനുള്ള ചുറ്റുപാടുകളും ഒക്കെ അവന്റെ ജോലി കൊണ്ട് അവന് ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുതയുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് അവന്റെ കുടുംബം. നാരായണൻ കണ്ടിട്ട് പോലും ഇല്ല അമ്മയുടെ കുടുംബക്കാരെയൊക്കെ, കൊടുങ്ങല്ലൂക്കാരെ. നമ്മളാരും തന്നെ നാരായണൻ അവരെ ബന്ധുക്കളെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നും ഞാൻ ആ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ രത്നമ്മ പേരമ്മ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊടുങ്ങല്ലൂക്കാർക്ക്. എന്താ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പെരുമാറും. എനിക്ക് അങ്ങനെ മിനിക്കുള്ള അറിഞ്ഞൂടാ. കാണുമ്പോ ചിരിക്കും വർത്താനം പറയുന്നുള്ളതല്ല. യോ നിന്നെ പോലെ ഇത്രയും സ്നേഹമയ്യായിട്ട് ആരും ഇല്ല, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ പെരുമാറിക്കൊണ്ടിരുന്നു. നന്നായിട്ട് തന്നെ പെരുമാറാൻ അറിയാൻ പേരമ്മയ്ക്ക്. നിന്നെ കണ്ട ഉടനെ തന്നെ നിന്നെ വിളിച്ച് ഒരു പലകയിൽ ഇരുത്തി കുളിപ്പിക്കുക. ഓ ഇവന്റെ കൈ കണ്ടോ, ഇവന്റെ കാല് കണ്ടോ, വളരെ 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 പാട്ടൊക്കെ പാടി നിന്നെ കുളിപ്പിക്കാനായിട്ട് ഇരിക്കാനും പലകയൊക്കെ അവിടുന്ന് ഇവരൊക്കെ കൊടുത്തു വിടുമായിരുന്നു മധുരയ്ക്ക്. ഈ പലകയിൽ ഇരുത്തി വേണം അവനെ കുളിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ ഉള്ള
സ്നേഹമായിട്ടുള്ള പെരുമാറ്റങ്ങൾ തെന്നമ്മ പേരമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ രാധാകൃഷ്ണന് അല്ലെ ആൺമക്കൾ വേണം പിന്നെ അച്ഛനമ്മമാരെ നോക്കാൻ. അതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ രീതിയിലും രാധാകൃഷ്ണന് ആണ് ചുമതല കൊടുത്തത്. അപ്പൊ അവനത് മാസം തോറും അമ്മയെ നോക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് രൂപയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അതിന് അമ്മായിക്ക് വിഷമവും ഇല്ലായിരുന്നു, അതും പറയണമല്ലോ. അമ്മായിയുടെയും കൂട്ടത്തിൽ പറയണം. അമ്മായി പറയും, ചേട്ടാ രൂപ അയച്ചു കൊടുക്കണ്ടേ അമ്മയ്ക്ക്, ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ച് അയച്ചൊക്കെ കൊടുക്കുമായിരുന്നു. രാധാകൃഷ്ണനേക്കാൾ കൂടുതൽ ചുമതലയായിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നു ലീലമ്മായി. അപ്പം രാധാകൃഷ്ണന്റെ കാര്യം പറയുമ്പോൾ ലീലമ്മയെ സ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ലീലമ്മയ്ക്ക് ഒത്തിരി വർത്തമാനവും പാചകങ്ങളൊന്നും ഇല്ല അധികം, എല്ലാം ചെയ്യും, അങ്ങനെയേ ഉള്ളൂ. അങ്ങനെ രാധാകൃഷ്ണന്റെ കാര്യം ഒത്തിരി 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 പറഞ്ഞാലും തീരാത്ത രീതിയിലുണ്ട് മക്കളെ. എല്ലാവരെയും സന്തോഷമായിട്ട് സ്നേഹമായിട്ട് നമ്മൾ ബോംബെ ചെന്ന് കഴിയുമ്പോൾ അവന്റെ ഡ്യൂട്ടിയാണ് അവിടെ വന്ന് ചേച്ചിയുടെ മോനെയും ചേച്ചിയുടെ മക്കളെയൊക്കെ കാണുക എന്നുള്ളത്. വരത്തില്ലേ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്ന് തിന്നാനും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്ന്. രാധാമാമന് ബോംബെ പോയിട്ട് പിന്നെ വെളിയിൽ എവിടെയൊക്കെ പോയില്ലായിരുന്നോ? എന്തായിരുന്നു മക്കളെ അവന് ചെയ്തോണ്ടിരുന്നൊരു ജോലി? അലുമിനിയമാണോ? ആണെന്ന് തോന്നുന്നു. ആ, അതിന്റെ ഷോർട്ട് കോഴ്സസ് ഒക്കെ അവന് പഠിച്ചിട്ട് അത് പഠിപ്പിക്കുന്ന ജോലിയും കൂടി ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടുന്ന് സാധാരണ ജനറൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു ക്ലാസ് വരെ എടുത്ത് അവരെ അതിന് പ്രാപ്തരാക്കുക. എന്നിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ജോലി വെളിയിൽ ഇഷ്ടം പോലെ കിട്ടും. അവന് ബഹ്റൈനിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ റിയാദിൽ പോയിട്ടുണ്ട്, പിന്നെ ഒരു 3 സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല അവിടെ. ലാസ്റ്റ് സൗദി അറേബ്യയില്ല പോയിട്ടുള്ള, വെളിയിലുള്ള ജോലിക്ക്. അവനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞാലും തീരില്ല അവന്. വേറെ എന്തെങ്കിലും സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? അമ്മ ചിലതൊക്കെ പറഞ്ഞായിരുന്നു, രാത്രിയിൽ എണീറ്റ് കഥകളിയുടേത് കാണാൻ പോയതും ഒക്കെ. അതെ അതെ അതെ. എന്നിട്ട് ഇവിടെ അമ്മൂമ്മയുടെ കണ്ണ് ബഹളം വെച്ചിട്ട്, ഇവിടെ കണ്ണാ ഒന്ന് പോയി നോക്കണ്ട, അവനെ ഇവിടെ കാണുന്നില്ല. നോക്കുമ്പോ എന്താ അവിടെ കഥകളിയുടെയോ ഡാൻസിന്റെ ഒക്കെ മുമ്പിലിരിക്കുന്നതായിട്ടാണ്. ഇപ്പം അങ്ങനെ ആകുമ്പോ ആരറിയാതെ വന്ന് കിടക്കും. അപ്പൊ പുള്ളി പോയതുപോലും അറിഞ്ഞിട്ടില്ല ആരും. ആ രീതിയിലായിരുന്നു കൂട്ടുകാരൻ തന്നെ. അന്ന് അവന് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കൂടെ ആലപ്പുഴയ്ക്ക് വരികയായിരുന്നു. എൻ്റെ കൂടെ പിന്നെ 2 വർഷം താമസിച്ചു മുഴുവൻ. അവിടുന്ന് പിന്നെ അപ്പൂപ്പനാണ് അവനെ കൊണ്ടുവന്ന് ഈ ടെക്നിക്കലായിട്ട് ഏതാണ്ടോ പഠിക്കാനൊക്കെ, എന്താ സിവിൽ എഞ്ചിനീയറിങ്, അങ്ങനെ 3 ഡിഗ്രി കോഴ്സ് അല്ല, ഡിപ്ലോമ കോഴ്സ്. അത് ആലപ്പുഴ തന്നെ ക്ലാസ്സിലൊക്കെ ചേർത്ത് ഞങ്ങളാണ് പഠിപ്പിച്ചത്. ഫീസും ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ ഇതിലാണ് പഠിച്ചത്. അതിന്റെ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തൃശ്ശൂർ ട്രെയിനിങ് കോളേജിൽ പോയി ചേർന്നു. അപ്പോഴാണ് കണ്ണമ്മാമന്റെ ഭാര്യയുടെ സഹോദരനാണ് രാധാകൃഷ്ണന്റെ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരാ കൊണ്ടുപോയി. അവർ ബോംബെയിലായിരുന്നു. ഞങ്ങൾ ബോംബെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. എല്ലാവരുടെയും പിന്നെ ഇതാണ് ബോംബെ. ആ സമയത്ത് ജോലിക്ക് വേണ്ടി പോകുന്ന എല്ലാവരും ബോംബെയിലേക്ക്. ഇപ്പൊ എല്ലാവരും പോകുന്ന എവിടെയാണെന്നറിയാം? ബാംഗ്ലൂര്. ബോംബെക്കാളും സാധ്യത കൂടുതൽ ഇപ്പൊ ബാംഗ്ലൂരില്. അങ്ങനെ രാധാകൃഷ്ണനും അവന്റെ കഴിവിനനുസരിച്ച് അവന്റെ അറിവ് വെച്ച് കുറെ പേർക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ അപ്പോഴല്ലെങ്കിലും കൂടെ അന്ന് മണിയൻ കൊച്ചച്ഛനുണ്ട് ബോംബെയില്. ഇവര് പിന്നെ അഹമ്മദാബാദിലേക്ക് പോയി, മണിയൻ അപ്പൂപ്പനും കുടുംബവും. മണിയൻ അപ്പൂപ്പന്റെ ഭാര്യ എന്നങ്ങ് എന്റെ അനിയത്തിയാ, രാധാകൃഷ്ണന്റെ ഇളയ ആള്. അവനിപ്പോ കഴിഞ്ഞ ജനുവരിയിലാണ് അവള് മരിച്ചത്. അല്ല, ശ്രീദേവിയുടെ കുടുംബവും നല്ല നിലയിൽ തന്നെ ഇപ്പൊ കഴിയുന്നുണ്ട്, 3 മക്കളും എല്ലാരും. രാധാമാമൻ ഈ കൈ നോക്കുന്നതും അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലായിരുന്നോ? അതൊക്കെ എവിടുന്ന് ഉണ്ടായ ഇൻട്രസ്റ്റ് ആയിരുന്നു അതൊക്കെ? അതൊക്കെ പറയുകയാണെങ്കിൽ ഹെറിഡിറ്ററി എന്ന് പറയാം.
പാരമ്പര്യം ആ. ഒന്നും പഠിച്ചിട്ടില്ല അവൻ. ഇതിനെ അസ്ട്രോളജിയോ അസ്ട്രോണമിയോ ഒന്നും പഠിച്ചിട്ടില്ല. ഇത് എന്താ പാമിസ്ട്രിയോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അവന് നോക്കി പറയാൻ ഒരു കഴിവ് കിട്ടുന്നു. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏതാ ജീന്. മുത്തശ്ശൻ ഇതെല്ലാം അറിയായിരുന്നു. പാമിസ്ട്രി ശരിക്കും അറിയായിരുന്നു മുത്തച്ഛൻ. മുത്തച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ. ആ അച്ഛന് മുഖം നോക്കി ഒരു ലക്ഷണം പറയായിരുന്നു. ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തുദ്ദേശിച്ച ആ മനസ്സിൽ മുഖഭാവത്തിൽ മനസ്സിലാകും. അപ്പൊ അത് വെച്ചോണ്ട് പറയും, ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചതല്ലായിരുന്നോ ഈ ചിരിച്ചപ്പം എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു എന്താ മക്കളെ അതിന് പറയാ, ബ്ലെസ്സിങ്സ് ആണ്. അല്ലാതെ ദൈവം കൊടുത്തിട്ടുള്ള എന്തോ ഒരു കഴിവാണ് അതൊക്കെ. അത് രാധാകൃഷ്ണനുണ്ടായിരുന്നു. അവനോട് നമ്മൾ ചോദിച്ചാലും പറയും, അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, അല്ല പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച്, അതിന് മുമ്പ് അറിഞ്ഞൂടാ. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ, ആലപ്പുഴ വീട്ടിൽ വന്നപ്പോൾ, പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ നീ കൈ നോക്കി എങ്ങനെയാ മക്കളെ പറയുന്നത്, നിനക്ക് എങ്ങനെ പറ്റുന്നു, അറിഞ്ഞൂടാക്ക എങ്ങനെ പറയുന്നതെന്ന്. അപ്പോഴെനിക്ക് തോന്നുന്നത് അത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമായിരിക്കും. അച്ഛൻ ഇതൊക്കെ അറിയാമായിരുന്നല്ലോ, അപ്പൊ അച്ഛൻ്റെ അനുഗ്രഹമായിരിക്കും. അല്ല ഞാൻ പഠിച്ചിട്ടില്ല, ഇതിലൊന്നിലും വായിച്ചു പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ഗുരുവിന്റെ കീഴിലിരുന്ന് ഇതൊന്നും കേട്ടിട്ടില്ല. അപ്പൊ എങ്ങനെ ഇത് കിട്ടി? അച്ഛന്റെ അനുഗ്രഹം എന്നല്ലേ പറയാൻ പറ്റും. പിന്നെ എനിക്ക് അതിനെ കുറിച്ച് പറയാനുണ്ട്. എന്നോട് പറഞ്ഞത് അക്കനിപ്പോ ഒരുപാട് സാമ്പത്തികമായിട്ട് വിഷമമുണ്ട്. സത്യം, അത് സാമ്പത്തികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ അക്കന് കുറച്ച് രൂപ കിട്ടാറുണ്ട് ഗവൺമെന്റിൽ നിന്ന് അല്ലേ. അത് കിട്ടാതിരിക്കുകയല്ലേ ഇപ്പം. ഏതാ രൂപ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് രൂപ ശമ്പളത്തിൽ കിട്ടാനുള്ളത് 12 വർഷം കഴിയുമ്പം അത് പോകും. പിന്നെ അത് നമുക്ക് ഉടനെ കിട്ടത്തില്ല. പ്രീ ഓഡിറ്റിന് പോകും. അതിന്റെ പേരതാ. ഓഡിറ്റ് പിന്നെ നടക്കും. അതിന് പ്രീ ഓഡിറ്റ് എന്ന് പറയും. ആ പ്രീ ഓഡിറ്റിൽ അക്കന രൂപ കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് എത്ര രൂപ ശമ്പളം എന്ന് പറയാം, അത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. 60 രൂപ. 60 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. ആ 60 രൂപ 90 ദിവസത്തെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഇതായിട്ട് അരിയേഴ്സായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, കുടിശ്ശികയായിട്ടൊക്കെ. ഈ 90 ദിവസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. അത് പ്രീ ഓഡിറ്റിന് പോയി. അപ്പം അത് കിട്ടും, അക്കന് കിട്ടും. പ്രീ ഓഡിറ്റ് കഴിയുമ്പോൾ അക്കന് അത് കിട്ടും. ഞാൻ പറഞ്ഞു അത് എഴുതി തള്ളിയ കേസ്, അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. പ്രീ ഓഡിറ്റ് എന്ന് വരും, അത് കിട്ടാത്തൊന്നും ഇല്ല മക്കളെ, ഇതൊക്കെ ഇങ്ങനെ ഗവൺമെന്റ് നമ്മളെ പറ്റിക്കുന്നതാന്നൊക്കെ പറഞ്ഞു ഞാൻ ചിരിച്ചു. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ പ്രീ ഓഡിറ്റ് കഴിഞ്ഞ് എനിക്കൊരു 90 റുപ്പീസ് കിട്ടി. അപ്പൊ അതിശയം തോന്നുന്നില്ല നമുക്ക്? രാധാകൃഷ്ണൻ ഇത് നേരത്തെ തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതുപോലെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ വേറെ ഇതുപോലെ ഓർക്കാനുള്ളത് ഏതാണ്ടാവും പറഞ്ഞത്. നമ്മുടെ അപ്പൂപ്പന്റെ കാര്യം. അപ്പൂപ്പന് എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കിട്ടും. സെൻട്രൽ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കാനുള്ള ഇത് ഈ പണിക്കരി ചേട്ടനുണ്ട്, ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എവിടുന്ന് കിട്ടാൻ, വയസ്സ് ഇത്ര വയസ്സ് വരെ ഗവൺമെന്റ് ജോലി കിട്ടത്തുള്ളൂ. ഏജ് ബാർ കഴിഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ പിന്നെ എങ്ങനെ ഗവൺമെന്റിന്റെ ജോലി കിട്ടുന്നത്? അത് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഈ ഫയർ ബോർഡിലെ ജോലിക്ക് ആ ഏജ് ബാർ 35 വയസ്സോ 36 വയസ്സോ അല്ലായിരുന്നു, 37 വയസ്സോ ഒക്കെയായിരുന്നു. അത് കാരണം അത്ര ആയിട്ടില്ല, കിട്ടി. ഗവൺമെന്റ് ജോലി ഫയർ ബോർഡ് ജോലി കിട്ടി. അപ്പൊ അത് ഇവൻ നേരത്തെ തന്നെ പറയുന്നു, പണിക്കരി ചേട്ടന് സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസ വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും രാധാകൃഷ്ണനെ സംബന്ധിച്ച്. കലാകാരനായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാക്കത്തില്ല. പാട്ടും പാടി, പാട്ട് പഠിപ്പിച്ച് ഓർക്കസ്ട്രയുടെ കൂടെ പാടി സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുമായിരുന്നു. ഇതൊരു ഓണം ഒക്കെ നമ്മുടെ മലയാളികളുടെ ഇതല്ലേ. അതിന് ഇവന് കുറെ കൂട്ടുകാരുണ്ട് അവിടെ, ഇവൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ. അപ്പൊ ഇവന് ഡ്രാമ അഭിനയിക്കുമായിരുന്നു. ആ ഡ്രാമ എന്ന് വെച്ചാൽ സ്കിറ്റൊക്കെ ഇവൻ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഇവനൊരു പെൺവേഷമൊക്കെ കെട്ടി, എൻ്റെ സാരിയൊക്കെ എടുത്ത്
എൻ്റെ കൂടെ താമസിക്കുമ്പോൾ. പിന്നെ ഓണ ആഘോഷങ്ങളുടെയൊക്കെ പരിപാടികളിലൊക്കെ ഇവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, മലയാളികളാണല്ലോ. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ സാരിയൊക്കെ എടുത്തോണ്ട് പോകും. സാരിയും ബ്ലൗസും ഒക്കെ എൻ്റെ മതി അവന് പാകമായിരിക്കും. അപ്പൊ പെൺവേഷം കെട്ടി സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാരും പറയും, ഇത് ടീച്ചറിന്റെ ഛായയുള്ള ആളാണല്ലോ അത് എന്ന് പറയും. ശരിയാ, എന്നെ പോലെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം ഡ്രാമയൊക്കെ അഭിനയിക്കുമ്പോൾ എന്തെന്നാല് കല്യാണപ്പനി, ഒരു ഡ്രാമയുടെ പേരാ കല്യാണപ്പനി. ആരാണ് എഴുതിയതെന്ന് ഞാൻ ആദരനെ ഓർക്കുന്നില്ല. NB ചെലപ്പന്നായിരുന്നു, അങ്ങനെ ആരാണ്ടായിരുന്നു എഴുതിയിരുന്നെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് അഭിനയിക്കും. നമ്മുടെ നാട്ടില് അവൻ പോകുന്നതിന് മുമ്പ് ആ ഇത് വച്ചോണ്ട് ബോംബെ ചെന്നിട്ട് അവന് ഡ്രാമ ഗ്രൂപ്പും സ്കിറ്റും ഒക്കെ എഴുതി എല്ലാം ചെയ്യുകയാണ്. ഗ്രൂപ്പ് സോങ് എല്ലാവരെയും പഠിപ്പിച്ച് അവനും കൂടെ കൊള്ളു പാടി, ഓർക്കസ്ട്രയൊക്കെ വെച്ച് പാടി ഭയങ്കര പേരായിരുന്നു അവിടെ വെച്ച്. അപ്പൊ അങ്ങനെ ഒരു കലാഹൃദയവും ഉണ്ടായിരുന്ന ആളാ. മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഇതിലൊക്കെ പങ്കെടുപ്പിച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ അവൻ വെളിയിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുമായിരുന്നു. ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് അവിടുത്തെ മലയാളികളെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അവന്റെ ക്വാളിറ്റികളിൽ പെടുന്നതാണ് രാധാകൃഷ്ണന്റെ. അങ്ങനെ അവനെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനും പറ്റുകയില്ല.